ചന്ത എന്ന് പറഞ്ഞാലോ? ചന്ത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്. അപ്പൊ ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാലോ? ഓ, ഇതിനങ്ങോട്ട് തോറ്റു. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചന്ത. മാഷേ, ഞാൻ ഞായറാഴ്ച മാർക്കറ്റിൽ പോയപ്പോ കൊറേ ചന്തകളെ കണ്ടു. മാർക്കറ്റിൽ പോയപ്പോ ചന്തകളെയോ? അതേ മാഷേ, കുളിക്കാതെ വൃത്തിയില്ലാതെ വായം നോക്കി നടക്കുന്ന അലവലാദികളാ മാഷേ തനി ചന്ത. എന്നാര് പറഞ്ഞു? എന്റെ അച്ഛൻ പറഞ്ഞു. നിന്റെ അച്ഛൻ പറഞ്ഞ ശരിയാ. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്ഥലമാണ് ചന്ത. മാഷേ, അവിടെ ഈ റോക്കറ്റും ഡ്രോണും വിമാനവും ഒക്കെ കിട്ടോ? റോക്കറ്റും ഡ്രോണും വിമാനവും അതൊക്കെ നിനക്കെന്തിനാണോ? പറപ്പിക്കണേ. കാലം പോയ പോക്കെ. ഇപ്പൊ കുട്ടികളോട് ആലോചിച്ചോണം മറുപടി പറയാൻ. എന്താ മാഷേ പെരുവെറുക്കുന്നേ? ഈ പോക്ക് പോയാ നിങ്ങൾ എന്നെ പറപ്പിക്കുന്നത് പറയുമായിരുന്നേ. പോയിരിക്കെ. മാഷേ, മഴ പെയ്യുമ്പോ ശബ്ദം ഉണ്ടാകുന്ന എങ്ങനെയാ മാഷേ? മഴ പെയ്യുമ്പോ ശബ്ദമല്ലേ? മഴയുടെ അപ്പൻ മഴയുടെ പുറത്തിട്ട് ചെണ്ടോട്ടുന്നാ. എന്നിട്ട് എന്താ മാഷേ ഞങ്ങൾ അപ്പനെ കാണാത്തെ? ഓ, ഇവനെ കൊണ്ട് തോറ്റു. ഇവിടെ വാടാ, ഇവിടെ വാ. പുറത്തെറിഞ്ഞേക്കടാ. മഴയുടെ അപ്പനെ കണ്ടോ? ശബ്ദം കേട്ടില്ലേ? അങ്ങനെ ആർക്കെങ്കിലും സംശയമുണ്ടോ? നല്ല കുട്ടികൾ. മാഷേ, ഞങ്ങൾക്ക് ആൻസർ ഷീറ്റ് തന്നില്ല. ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. ഏബൽ 50. മാഷേ, എനിക്ക് ടോയ്ലറ്റിൽ പോണം. നീ മാർക്കറിട്ട് പോയാ മതി. 50 5. ഇനിയും പൊക്കോ. ഇനി പോവണ്ട മാഷേ. അതെന്താ? പോയി മാഷേ. നെക്സ്റ്റ്, മരിയ ഫ്രാൻസിസ് 50 46. മാഷേ, അവൾ എന്റെ കോപ്പി അടിച്ചതാ. അല്ല മാഷേ, അവനാണ് എന്റെ കോപ്പി അടിച്ചത്. നീ അവിടെ പോയിരിക്കും. അടുത്തത് റീൽസ്. മാഷേ, ഞാൻ യൂറോപ്പിൽ പോവും. നീ ഇപ്പോഴാ പോക്കോടാ. 50 4. ലൈസൻസ് ഡോണ്ട് ടോസ്. ആരെയും മറ്റുള്ളവരെ കളിയാക്കരുത്. അടുത്തത് പ്യാരിലാൽ ആർ. യെസ് സർ. നിന്റെ മാർക്കും പേരും ഇനിഷ്യലും ഒന്ന് തന്നെ ആണോ മാഷേ? 50 6. അടുത്തത് ജിൻസൺ. നിനക്ക് എത്ര കിട്ടൂടാ? 47. പക്ഷെ ഒരു 7ന്റെ കുറവുണ്ട്. 50 4. അടുത്തത് റിഞ്ചിമോൾ 50 49. ഇത് എങ്ങനെ സംഭവിച്ചു? ഇത് ഞാൻ തന്നെ പഠിപ്പിച്ചതാണോ? അല്ല മാഷേ, ഞാൻ ട്യൂഷന് പോയതാ. നീയെങ്കിലും രക്ഷപ്പെടട്ടെ. അടുത്തത് ആൻഡൻസൺ ഡിസൂസ. നല്ല പേര്. പപ്പിയും മമ്മിയും കൂടെ ആലോചിച്ചിട്ട് പേരാ. മിടുക്കൻ. എന്നാ പേപ്പർ മാത്രമേ ഉള്ളൂ, ഒന്നും എഴുതിയിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും പേപ്പർ കിട്ടിയില്ലേ? മാഷേ, എനിക്ക് മാത്രം കിട്ടിയില്ല. നിന്റെ മാർക്ക് ഈ ക്ലാസ്സിലെ എല്ലാവരും കാണണം. നീയാണ് ക്ലാസ്സിൽ ഒന്നാമത്. 50 1. ഇനി നമുക്ക് സയൻസ് പഠിക്കാം. പ്രസവിക്കാത്ത മൃഗം. ആലോചിച്ച് മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഉത്തരം ശരിയാണ്, പക്ഷെ ഞാൻ വിചാരിച്ച പോത്താണ്. 2 മാർക്ക് കിട്ടും. അടുത്തത് പകൽ എന്തുകൊണ്ട് നക്ഷത്രങ്ങളെ കാണുന്നില്ല? രാത്രി അല്ലാത്തോണ്ട്. അപ്പൊ രാത്രി എന്താ സൂര്യനെ കാണാത്തത്? പകലല്ലാത്തോണ്ട്. ഒരു കണക്കിൽ ശരിയാണ്, പക്ഷെ ശാസ്ത്രത്തിൽ അതല്ല. 2 മാർക്ക് കിട്ടും. ഞാൻ പറയാം മാഷേ. പറ. സൂര്യൻ രാത്രിനെ വിഴുങ്ങുമ്പോ പകലുണ്ടാവും, ഛർദിക്കുമ്പോ വീണ്ടും രാത്രിയാവും. ശരിയല്ലേ മാഷേ? ശരിയാ. നീ വലുതാകുമ്പോ സയന്റിസ്റ്റ് ആവും.
ഇരിക്കണ കൂറയോടെ. അടുത്തത് ഐസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു, പക്ഷേ കല്ല് താന്നു പോകുന്നു. എന്താ കാരണം? ഐസക്കിന് നീന്താൻ അറിയാം. ഐസക്കല്ലടാ, ഐസ്. എനിക്ക് നീന്താൻ അറിയാം, പക്ഷെ കല്ലിന് നീന്താൻ അറിയില്ല. മിടുക്കൻ. അടുത്തത് ഹിന്ദി പഠിക്കാം. ഗായ് ക്യാ ദേത്തി ഹേ? പശു നമുക്ക് എന്തിനായിരുന്നു? ഞാൻ പറയാം മാഷേ. ആ പറ. ഗായ് ഗോബർ ഔർ മൂത്രം ദേത്തി ഹേ. നിന്റെ ഹിന്ദി ശരിയല്ല. ഗായ് ഗോബർ ഔർ ഗരം പാനി ദേത്തി ഹേ. മാഷേ, ഗരം പാനി എന്ന് പറഞ്ഞ ചൂടുവെള്ളമല്ലേ മാഷേ? എടാ, ഇത് ചൂടുവെള്ളമല്ലേ? തുമാരാ ഘർ ഗായ് മേ ഹേ? നിന്റെ വീട്ടിൽ പശു ഉണ്ടോ? ഇല്ല. എന്നിട്ടാണോ നീ എന്നെ കറക്കുന്നത്? ഇവിടെ വാ. ബൈ. ഇരി അവിടെ. അടുത്തത് പിതാജി എന്ന് പറഞ്ഞാൽ ആര്? അച്ഛാ. അപ്പോൾ മാതാജി എന്ന് പറഞ്ഞാൽ ആര്? അച്ഛാ. മാഷേ, മാതാജി എന്ന് പറഞ്ഞാൽ അച്ഛനല്ല മാഷേ, അമ്മയാ. അച്ഛാ. ഇതെന്താ മാഷേ എന്താ കേട്ടാലും അച്ഛന്ന് പറയുന്നേ? അതോ, എന്നെ ഹിന്ദി പഠിപ്പിച്ചവര് അച്ഛനാ. ബഹുത് അച്ഛാ, ശുക്രിയ ബേട്ടാ. നിന്റെ സംശയം അച്ഛാ ഹേ. ഇനിയും കുറിച്ച് ഇംഗ്ലീഷ് പഠിക്കാം. ആർ യു പി ഇ ഇ. റൈറ്റ്. പി യു പി പി വൈ. പുട്ടാണോ മാഷേ? അല്ല. അതിനെന്താ ഇംഗ്ലീഷ് പറയാ? നമ്മൾ തിന്നുന്ന പുട്ട് പൂച്ച്. ഈ പുട്ട് പുട്ട്. സി യു ടി. ഹേയ് കാട്ട്. ഇതെന്താ മാഷേ ഇങ്ങനെ? പി യു ടി പുട്ട്, സി യു ടി കാട്ട്. ഇംഗ്ലീഷുകാർ കുറെ കാലം ഇവിടെ ഭരിച്ചില്ലേ, അതോടെ അവന്മാരുടെ സമനിലത്തിൽ കാണും. മാഷേ, ഇംഗ്ലീഷിൽ CAT എഴുതണം, എന്നിട്ട് കാറ്റ് എന്ന് വായിക്കണം. അർത്ഥോ പൂച്ച. മലയാളത്തിൽ പൂച്ച എഴുതുമ്പോ പൂച്ച എന്ന് വായിക്കണം. അർത്ഥോ പൂച്ച. എന്താ മാഷേ ഇങ്ങനെ? നിന്റെ അച്ഛന്റെ പേരെന്താ? കൃഷ്ണൻ. നീ എന്താ വിളിക്കുന്നേ? അച്ഛൻ. നിന്റെ അമ്മ എന്താ വിളിക്കുന്നേ? മനുഷ്യ, കുട്ടിയോളെ അച്ഛ. മതി. നിന്നെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. എന്റെ കുട്ടിക്കാലത്ത് ഇത്ര സംശയങ്ങളൊന്നുമില്ലായിരുന്നു. ഇവിടെ വാടാ, ഇവിടെ വാ. ഇതെന്തിനാന്നറിയാവോ? ഇല്ല. എന്നെ കൺഫ്യൂഷൻ ആക്കിയതിന്. പോയിരിക്കും അവിടെ. ഇനി മലയാളം പഠിക്കാം. കാലങ്ങൾ 3 വിധം: ഭൂതം, ഭാവി, വർത്തമാനം. ഇത് 3 പഠിച്ചില്ലെങ്കിൽ 4മതൊരു കാലമുണ്ട്. അത് നീ പറ. കഷ്ടകാലം. കഷ്ടകാലം അല്ലടാ, കഷ്ടകാലം. കഷ്ടം. ഞാൻ കുട്ടിക്കാലത്ത് ഭൂതത്തെ സ്വപ്നം കാണുമായിരുന്നു. ഏതാ കാലം? ബുന്തകാലം. ബുന്തകാലം അല്ലടാ മന്ദ, ഭൂതകാലം. ഭൂതം എന്റെ ഉറക്കത്തെ കൂടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാ കാലം? ഭൗതകാലം. ഭർത്തൃകാലം അല്ലടാ, വർത്തമാനകാലം. പലരുടെയും ജീവിതത്തിൽ ഇത്തരം ഭൂതങ്ങൾ കയറി വരും. ഏതാ കാലം? പാപികാലം. എടി മഹാഭാവി, ഭാവി അല്ല, ഭാവി കാലം. ഈ ഭൂതം ശരിക്കും ഉള്ളതാണോ? ശരിക്കും ഉള്ളതാണോന്നോ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുവല്ലേ. ആരാ മാഷേ? പിന്നെ ആരാ? എന്റെ ഭാര്യ. മാഷേ, ബെല്ലടിക്കാറായ മാഷേ? 5 മിനിറ്റും കൂടെ ഉണ്ട്. മലിപ്രവാളം എന്നാൽ എന്ത്?
മണി അടിക്കുമ്പോൾ കുട്ടികൾ കാണിക്കുന്ന വെപ്രാളം. വളരെ ശരി, മിടുക്കൻ. മാഷേ, ആ കേകയുടെ ലക്ഷണം ഒന്നുകൂടെ പറയുമോ മാഷേ? ആ, 2 3 3 4 4 5 5 6 എഴുത്തുകൾ, നടുക്ക് ചതി, പാതാള പൊരുത്തം. ഇത് കേകയാ. മനസ്സിലായോ? ഇല്ല. അത്രയൊക്കെ മനസ്സിലാക്കിയാ മതി. എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അടുത്തത് കണക്ക് പഠിക്കാം. ഇനി സമയമില്ല, ഞാൻ ഹോംവർക്ക് തരാം. എഴുതിക്കോ, പേപ്പറും പേരും എടുക്ക്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 9 മണി. എത്ര മണി? 9 മണി. ഞാൻ സ്കൂളിലെത്തിയപ്പോൾ 9:30. എത്ര മണി? 9:30. അപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോൾ 10 മണി. എത്ര മണി? 10 മണി. അപ്പോൾ എന്റെ വയസ്സ് എത്ര? a+b² = ഹോൾ സ്ക്വയർ വെച്ച് കണ്ടുപിടിച്ചോണ്ട് വാ. മാഷേ, എനിക്ക് ഉത്തരം കിട്ടി. എടാ, ഇത് ഹോംവർക്ക് അല്ലടാ. മാഷിന് 50 വയസ്സ്. എടാ മിടുക്കാ, നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചു? എന്റെ മൂത്ത മോന് 1/2 വട്ടായിരുന്നു. അയ്യോ, കഷ്ടമല്ലേ. 25ാമത്തെ വയസ്സിൽ മരിച്ചു. അയ്യോ, ഭയങ്കര കഷ്ടമാ. മാഷ്ക മുഴുവട്ട. അപ്പൊ മാഷ്ക 50 വയസ്സ്. ലൈസൻസ്. എനിക്ക് ശരിക്കും മട്ടാണോ?